ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീവ്സ് വ്ലോഗ്സ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മാസത്തിന് ശേഷം വീണ്ടും കണ്ടുമുട്ടുന്നു. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു ഫ്രീ ഫോട്ടോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയാൻ പറ്റത്തില്ല, പുതിയതാണ് സംഭവം. പക്ഷേ നമ്മുടെ കയ്യിൽ മുമ്പ് ഉണ്ടായിരുന്ന ഒരു സോഫ്റ്റ്വെയറിൽ നമുക്ക് ഫോട്ടോ എഡിറ്റിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ കൂടി ഇപ്പോൾ വന്നിരിക്കുന്നു. അതായത് നമുക്കിപ്പോൾ ലൈറ്റ് റൂമിന് വേണ്ടി സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ട കാര്യമില്ല, ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നുണ്ട്. എന്നാലും ലൈറ്റ് റൂമിൻ്റെ ആവശ്യം നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം ഈ ഒരു സോഫ്റ്റ്വെയർ കൊണ്ട്. ഇത് നിങ്ങൾക്ക് ഡാവിഞ്ചി റിസോൾവ് ആണ്. മേളിൽ നോക്കിയാൽ നമ്മൾ ഫോട്ടോ എഡിറ്റിങ്ങിന് യൂസ് ചെയ്യുന്ന വീഡിയോ എഡിറ്റിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഡാവിഞ്ചി റിസോൾവ്. അപ്പോൾ ഡാവിഞ്ചി റിസോൾവിലാണ് നമുക്ക് പുതിയ വീഡിയോ എഡിറ്ററിനകത്തൊരു ഫോട്ടോ എഡിറ്റിംഗ് ഓപ്ഷൻ. ഇപ്പോൾ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പബ്ലിക് ബീറ്റയാണ് ഡാവിഞ്ചി റിസോൾവ് 21. നമ്മളുടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാവിഞ്ചി റിസോൾവ് 20 ആണ് ഇപ്പോൾ നമ്മൾ സ്റ്റേബിളായിട്ടുള്ളൊരു വേർഷനുള്ളത്. ഡാവിഞ്ചി റിസോൾവ് 20 യൂസ് ചെയ്താൽ ഈ ഒരു ഫോട്ടോയുടെ ഓപ്ഷൻ നമുക്ക് കിട്ടത്തില്ല. ഡാവിഞ്ചി റിസോൾവ് 21 ഇത് ഇറങ്ങാൻ പോകുന്നതിൻ്റെ പബ്ലിക് ബീറ്റയാണ്. അപ്പോൾ കുറച്ച് ബഗ്സ് കാര്യങ്ങളൊക്കെ കാണാം, അതുകൊണ്ടാണ് പബ്ലിക് ബീറ്റയായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫോട്ടോ എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ കാര്യത്തിലേക്ക് വരാം. ഈ ഒരു പുതിയ ഐക്കൺ കേട്ടോ, ഈ ഐക്കൺ നേരത്തെ ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആൾക്കാരും ഇപ്പോഴും പ്രീമിയർ പ്രോ ആണ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ പ്രീമിയർ പ്രോ യൂസ് ചെയ്തിട്ട് വർഷങ്ങളായി. ഇപ്പോൾ കൂടുതലും ഡാവിഞ്ചി റിസോൾവിലാണ് വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്നത്. എൻ്റെ വേറെ ഗെയിമിംഗ് ചാനലും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഡെയിലി അപ്ലോഡ്സ് ഉണ്ട്. ഇതിൽ മാത്രമാണ് അപ്ലോഡ്സ് ഇപ്പോൾ കുറവ്. നമ്മൾ കുറച്ച് ഔട്ട്ഡോർ ചെയ്യാനുള്ളൊരു രീതിയിലാണ്. ഔട്ട്ഡോർ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ വീഡിയോസ് ചെയ്യും. അപ്പോൾ എനിവേസ് ഗൈസ്, നമുക്ക് ഇപ്പോൾ ഉള്ളത് ഫോട്ടോ എഡിറ്റിംഗ്. റോ ഫോട്ടോസ് നമുക്ക് എഡിറ്റ് ചെയ്യാം ലൈറ്റ് റൂമിനകത്ത പോലെ. ഞാൻ നോർമലി എൻ്റെ ഒരു വർക്ക് ഫ്ലോ എന്ന് പറഞ്ഞാൽ ലൈറ്റ് റൂമിൽ റോ ഫോട്ടോസ് എഡിറ്റ് ചെയ്ത് ഞാനിപ്പോൾ വർക്ക് ചെയ്തിട്ട് കുറേ നാളായി. പക്ഷേ ഫാമിലി ഫോട്ടോസും അല്ലാത്ത ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ചെറിയ ചെറിയ ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്. അതൊക്കെ ലൈറ്റ് റൂമിനകത്ത് ചെറുതായിട്ട് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഫോട്ടോഷോപ്പിൽ കൊണ്ടുപോയി ചെയ്യാറുണ്ട്. മീൻസ് പ്രൊഫഷണൽ വർക്കാണെങ്കിൽ മാത്രമേ സാധാരണ ഫോട്ടോഷോപ്പിൽ കൊണ്ടുപോകത്തുള്ളൂ. മീൻസ് അതായത് നമുക്ക് സ്കിൻ റീടച്ചിങ്ങും കാര്യങ്ങളും വേണ്ടി വരുന്ന സമയത്ത് മാത്രമേ ഫോട്ടോഷോപ്പിലോട്ട് കൊണ്ടുപോകാറുള്ളൂ. അല്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ലൈറ്റ് റൂമിൽ തന്നെ ചെയ്യാം. അപ്പോൾ എനിവേസ് കേസ് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇതാണ് നമ്മളുടെ പുതിയ ഫോട്ടോ ടാബ്. ഡാവിഞ്ചി റിസോൾവിൽ നമുക്ക് ഈ ഒരു ടാബില്ല, ബാക്കി എല്ലാ ടാബും വീഡിയോ എഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങളാണ്. എല്ലാം സെപ്പറേറ്റ് ടാബായിട്ടാണ് കേട്ടോ. വീഡിയോ എഡിറ്റേഴ്സ് ആരെങ്കിലും നമ്മുടെ പ്രീമിയർ പ്രോയിൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ മീൻസ് നമുക്ക് എഡിറ്റിങ് എല്ലാ കാര്യങ്ങളും പല ടാബിനകത്തായിട്ടാണ്, കളറിങ് എല്ലാം. അപ്പോൾ എനിവേസ് നമുക്ക് ഫോട്ടോ എഡിറ്റിംഗ് ടാബിലേക്ക് വരാം. നമുക്ക് ഫോട്ടോ എഡിറ്റിംഗ് ക്ലിപ്സ്. ഓക്കെ, എന്തായാലും കുറച്ച് ഫോട്ടോസ് നമുക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ആണെന്ന് തോന്നുന്നു കേട്ടോ ഇപ്പോൾ ഇടേണ്ടത്. ഇത് ഞാൻ ഒന്ന് കുറേ നാളായി ഈ ഒരു സംഭവം ചെയ്തിട്ട്. ഇതിപ്പം നമുക്ക് ഒന്ന് ബ്രൈറ്റൺ ചെയ്യാൻ നോക്കാം. ഇത് ആക്ച്വലി റോ ഫോട്ടോ ആണ് കേട്ടോ. വരുന്നുണ്ട്, നമുക്ക് വലിച്ചിടുമ്പോൾ അത് ഇങ്ങോട്ട് വലിച്ചിടണം കേട്ടോ. ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ വരത്തില്ല. അതുപോലെ നമുക്ക് ഇവിടെ റേറ്റിംഗ് ഉണ്ട്, നമ്മുടെ ലൈറ്റ് റൂമിനകത്ത് പോലെ റേറ്റിംഗ് ഉണ്ട്. ഇവിടെ എന്താ ഇത് റേറ്റിംഗ് വെച്ച് ഫിൽട്ടർ ചെയ്യാം. ഫിൽട്ടർ ബൈ ടാഗ്, ഫിൽട്ടർ ബൈ ഫ്ലാഗ്, ഫിൽട്ടർ ബൈ ഇത് കറക്റ്റ് ലൈറ്റ് റൂം സാധനം തന്നെ. കീവേഡ് ഷോർട്ട് ഫോട്ടോസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു റോ ഫയൽ, പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻസ് ഇവിടെ എന്താണെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് എല്ലാവർക്കും നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ജനറേറ്റ് ലട്ടെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെന്താ സംഭവം എനിക്കറിയത്തില്ല, നമുക്ക് നോക്കാം. എനിവേസ് നമുക്ക് ഫോട്ടോ നമുക്കൊന്ന് എഡിറ്റ് ചെയ്യാം. ഇതിനകത്ത് കുറച്ചും കൂടെ ബ്രൈറ്റ്നസ് വേണമെന്നാണ് എനിക്കൊന്ന്. എനിക്കൊന്ന് പുതിയ ലൈറ്റ് റൂമിൻ്റെ ആ ഒരു സെറ്റപ്പ് ഇല്ല കേട്ടോ. അതായത് നമുക്ക് ലൈറ്റ് റൂമിൽ ഇപ്പം സബ്ജക്റ്റൊക്കെ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിനകത്ത്. എനിവേസ് നമുക്ക് നോർമലായിട്ടുള്ള ക്രോപ്പിങ്ങിൻ്റെ ഓപ്ഷനുണ്ട്. പിച്ച്, യോവ്, റൊട്ടേഷൻ ആംഗിൾ. ഓക്കെ, അതൊക്കെ നമുക്ക് ചെയ്യാമല്ലോ. ഇത് കണ്ടില്ലേ, ഇങ്ങനെ തലയും കുത്തിയൊക്കെ ചെയ്യാം. അതാണ് സംഭവം. അത് നമുക്കിപ്പോൾ ചെയ്യേണ്ട. ടെമ്പറേച്ചർ, ഇതൊക്കെയാണ് നമ്മുടെ നോർമൽ ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ടെമ്പറേച്ചർ നമുക്ക് ഓക്കെയാണ്. വേണമെങ്കിൽ ഇച്ചിരി കൂടെ ഒന്ന് ഓറഞ്ച് ആക്കാം. ലിഫ്റ്റിൽ വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ. ഓക്കെ, നമുക്ക് ലൈറ്റ് റൂമിലെ പോലെ തന്നെ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ 0 തിരിച്ചു വരും. ഗാമ മാറ്റങ്ങൾ കാണുന്നില്ല. ഗെയിൻ ഇതെന്താണ് മാറ്റങ്ങളൊന്നും ഇല്ലാതെ. കോൺട്രാസ്റ്റ് നോ ചേഞ്ചസ്. അതെന്താ അങ്ങനെ? ടൈം എടുക്കും ഇനി. അപ്പോൾ നമ്മൾ പബ്ലിക് ബീറ്റ ആയതുകൊണ്ട് ഇങ്ങനത്തെ ഇഷ്യൂസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്ന വീഡിയോയുടെ തുടക്കത്തിൽ ഇതുപോലുള്ള ഇഷ്യൂസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഫുള്ള് സ്റ്റക്കായിട്ടുണ്ട്. നോട്ട് റെസ്പോണ്ടിങ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ട്. റോ ഫയൽസ് ചെയ്യാൻ ഇച്ചിരി പാടാണ്. ലൈറ്റ് റൂമിൻ്റെ അത്രയും ഒരു എഫക്റ്റ് കിട്ടുന്നില്ല. ബീറ്റ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് നോക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം, അത് നടക്കത്തുള്ളൂ. എന്തൊക്കെയോ പ്രശ്നം. ഇപ്പോഴാണ് ഹ്യൂവിൻ്റെ സംഭവം വന്നത് കേട്ടോ. ഓക്കെ, അതിപ്പോൾ വർക്കാകുന്നുണ്ട്. ടൈം എടുത്തതൊന്ന് അഡ്ജസ്റ്റ് ആക്കാനായിട്ട്.
ഓട്ടോ ബാലൻസ് എന്തോ ഒരു കളറൊക്കെ ആയിപ്പോയി കേട്ടോ. എന്താ ഇങ്ങനെ? ഒന്നും കൂടെ നമുക്ക് ട്രൈ ചെയ്യാം. ഇങ്ങോട്ട് എന്തായാലും കോപ്പി ചെയ്യാൻ ഇപ്പോഴും പറ്റുന്നില്ല. താഴെ ക്രിയേറ്റ് ആയപ്പോൾ തന്നെ അങ്ങോട്ട് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ യൂട്യൂബിലൊരു വീഡിയോ ഒക്കെ നോക്കിയപ്പോഴത്തേക്കിനും നമുക്കത് പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പം ഇതെന്താ പ്രശ്നമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ സംഭവം അനങ്ങുന്നുണ്ട്. ഇടയ്ക്ക് എന്തോ ഒരു സ്റ്റക്കായതാണ് സംഭവം. ഓക്കെ, നമുക്ക് ഗെയിനൊക്കെ കൂട്ടുമ്പോൾ ഇങ്ങനെ വരുന്നുണ്ട് സാധനം. ഓക്കെ, ലിസ്റ്റ് ബ്ലോൺ ഔട്ടായി പോകുന്നു. ഓക്കെ, ഷാഡോസ് ഇപ്പോൾ അതൊരു ടൈം എടുക്കുന്നുണ്ട് അവിടെ. ചില സമയത്ത് ടൈം എടുക്കുന്നുണ്ട്. മിഡ് ടോൺ ഡീറ്റെയിൽസ്. ഓക്കെ, അതൊരു പുതിയ സാധനമാണല്ലോ. അത് കൊള്ളാം. മിഡ് ടോൺ ഡീറ്റെയിൽസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ മിഡ് ടോൺ ഇത്ര ഉള്ളോ? ഓഹോ, ഇത്ര ഉള്ളു കേട്ടോ. റോ എഡിറ്റിംഗ് ഇവിടെയാണോ? ഓക്കെ, റോ എഡിറ്റിങ്ങിന് വേറെ ഒരു മെനു ആണ് കേട്ടോ. പക്ഷേ ഇതാണ് വീഡിയോയുടെ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ലുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ലട്സ് പോലത്തെ സംഭവമാണ് ഇത്. കളർ സ്പേസ് ഒക്കെ ഇട്ടേക്കുന്നത്. സാധാരണ കളർ സ്പേസ് നമുക്ക് ഫോട്ടോയ്ക്ക് sRGB ആണല്ലോ വരുന്നത്. ഓട്ടോ നോർമലൈസേഷൻ, ഷാർപ്നെസ്, എല്ലാം ഇപ്പോൾ വർക്കാവുന്നുണ്ട് കേട്ടോ. ആദ്യത്തെ ആ ഒരു സംഭവം നമ്മൾ മാറ്റിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു ഇപ്പോഴുള്ളത്തെ അഭിപ്രായം പോരാ. നിങ്ങളൊരു ബേസിക് എഡിറ്റിങ് മാത്രം ചെയ്യുന്ന ആളാണെങ്കിൽ മാത്രം ഇത് യൂസ് ചെയ്യുക. ഞാൻ ഇപ്പോഴാണ് കേട്ടോ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത്. ഞാൻ കുറച്ച് വീഡിയോസ് കണ്ടപ്പോൾ കുറച്ച് എക്സൈറ്റഡ് ആയി. ഓക്കെ, നമുക്കൊരു ആൾട്ടർനേറ്റീവ് ഫ്രീ ആയിട്ട് വന്നിട്ട് ഡാവിൻചി റിസോൾവ് ഫ്രീ ആണ്. വീഡിയോ എഡിറ്റിംഗ് പൊളി സാധനം, കളർ ഗ്രേഡിങ് പൊളി സാധനം. പക്ഷേ ഫോട്ടോയ്ക്ക് പോരാ. കളർ ഗ്രേഡിങ് ഞാൻ അധികം ചെയ്യാറില്ല, പക്ഷേ എനിക്കറിയാം സംഭവം പൊളിയാണ്. നമ്മൾ ചെറിയ ബേസിക് എഡിറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ് മാത്രമേ ഡാവിൻചി റിസോൾവ് ചെയ്യാറുള്ളൂ. എനിവേസ് ഗൈസ്, വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇപ്പം നമുക്ക് കൂടുതൽ ട്രാവൽ വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഞാനൊരു ലഡാക്കൊക്കെ പ്ലാൻ ചെയ്യുന്നു. ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായും ഈ വർഷം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അടുത്ത മാസം പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ അടുത്ത വർഷം മെയ്യിൽ പ്രതീക്ഷിക്കുക. ഈ 2 ടൈമിൽ എപ്പോഴെങ്കിലും അത് ചെയ്തിരിക്കണം എന്നുള്ളൊരു ഇതിലാണ് ഞാനിപ്പോൾ. അപ്പോൾ എനിവേസ് ഗൈസ്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ, ഹാവ് എ ഗുഡ് ഡേ. ബൈ ബൈ, ടേക്ക് കെയർ.